ഹായ്. അങ്ങനെ ഞാനൊരു തായ്ലൻഡ് ട്രിപ്പ് പോവാണ്. അപ്പോൾ ദുബായിൽ നിന്നാണ് പോകുന്നത്. ദുബായ് ഷാർജയിൽ നിന്നാണ് ഫ്ലൈറ്റ്. ഡയറക്റ്റ് ഫ്ലൈറ്റാണ് എയർ അറേബ്യയിൽ. സോ നൈറ്റ് 10:15 ഫ്ലൈറ്റ് വരുന്നത്. സോ ഇനി തായ്ലൻഡ് എത്തിയിട്ട് അടുത്ത വിശേഷങ്ങൾ പറയാം. ഓക്കെ. അങ്ങനെ ഞങ്ങൾ 6.5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷമാണ് നമ്മൾ തായ്ലൻഡിൽ ഇറങ്ങി നമ്മളത് അവിടെ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇമിഗ്രേഷന് വേണ്ടി. പക്ഷെ നമ്മൾ മോർണിംഗ് തന്നെ കുറച്ച് ഫ്രഷ് ആയിട്ടു, എയർപോർട്ടിൽ നിന്ന് തന്നെ ഞങ്ങൾ ഫ്രഷായി. സോ നേരെ ഇമിഗ്രേഷൻ കഴിഞ്ഞു, നമ്മളത് പുറത്തിരിക്കുകയാണ്. പിന്നെ ജസ്റ്റ് ഗൈഡിൻ്റെ അടുത്തേക്ക് പോകണം. സോ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചാണ് പോയത്. സോ അവിടെ ഗൈഡ് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അവരുടെ പേര് ആനി എന്നാണ്. ആനി നമ്മുടെ ഈ ട്രിപ്പിൻ്റെ കംപ്ലീറ്റ് ക്രെഡിറ്റ് നമുക്ക് ആനിക്കുണ്ട് കൊടുക്കണേ. അത് ആ റെഡ് ഷർട്ട് ഇട്ട് വരുന്നതാണ് ആനി. കംപ്ലീറ്റ് എല്ലാവരും ഹാൻഡിൽ ചെയ്ത്. നമ്മൾ 40 മെമ്പേഴ്സുള്ള ഒരു ഗ്രൂപ്പായിരുന്നു. കിടു ട്രിപ്പായിരുന്നു ആക്ച്വലി. സോ പുതിയ ആൾക്കാരായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഇതുണ്ടായിരുന്നു. എല്ലാവരുമായിട്ട് പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ. സോ ഇതാണ് നമ്മുടെ ബസ്. സോ നമ്മൾ ബസ്സിൽ കയറി. അപ്പം നമ്മൾ നേരെ പോകുന്നത് പട്ടായയിലേക്കാണ് ഇവിടുന്ന്. സോ പട്ടായ ഞാൻ ആദ്യം ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. കാരണം നമ്മൾ 6.5 അവേഴ്സ് ഫ്ലൈറ്റിന് ശേഷം നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ നല്ല വിശപ്പുണ്ട് എല്ലാവർക്കും. പിന്നെ അതെ, ആനി എല്ലാ കാര്യങ്ങളും ഇൻസ്ട്രക്ഷൻ 1 by 1 നമുക്ക് പറഞ്ഞു തരാണ്. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇവിടെ ആക്ടിവിറ്റീസ് ആയാലും എങ്ങനെ സേഫായിട്ടിരിക്കാം, അങ്ങനെ എല്ലാ A to Z കാര്യം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എസ്പെഷ്യലി ഫാമിലീസാണ് ഏറ്റവും കൂടുതൽ, കുട്ടികൾ, ഈവൻ ഇൻഫൻസ് വരെ നമ്മുടെ ഈ ട്രിപ്പിലുണ്ടായിരുന്നു. നമ്മൾ ഈ ട്രിപ്പ് നമ്മൾ ആ എയർപോർട്ട് കഴിഞ്ഞിട്ടുള്ളത് ഇറ്റ്സ് ലുക്ക് ലൈക്ക് കേരള. നമ്മൾ സ്വന്തം നാട്ടിൽ വന്നൊരു ഫീലിംഗ് ആണ് കേട്ടോ. കാരണം എല്ലാവിടെയും പച്ചപ്പ്, ഇതുപോലത്തുള്ള ഫുൾ ഗ്രീനാണ് ആക്ച്വലി. നമ്മളത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇവിടെ ടൈഗർ ടോപ്പി എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ നമ്മളവിടെ വന്നേക്കാണ്. ടൈഗർ ടോപ്പി റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് ഒരു അടിപൊളി സംഭവമാണ്. നമുക്കെന്ന് വെച്ചാൽ ഉള്ളിൽ കയറുമ്പോൾ കാണിച്ചു തരാം. എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. സോ നമ്മൾ നേരെ നടന്ന് റെസ്റ്റോറൻറ്റ് ഉള്ളിൽ കയറാൻ പോവാണ്. നമുക്ക് എല്ലാവർക്കും അവർ യൂസ് ചെയ്യുന്ന എപ്പോഴും സ്റ്റിക്കേഴ്സാണ്. അപ്പോൾ സ്റ്റിക്കർ നമുക്ക് ആനി തരും എല്ലാവർക്കും, അതിൻ്റെ കൂപ്പൺ. സോ അപ്പോൾ ആനി 1 by 1 എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരെ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാണ്. സോ എൻ്റെ ഉള്ളിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റിനേക്കാളും കൂടുതൽ ഇഷ്ടം അതിൻ്റെ ഉള്ളിൽ ഫുഡ് മാത്രമല്ല, ഫുഡിനേക്കാളും കൂടുതൽ ഇഷ്ടമായത് അതിൻ്റെ ഉള്ളിൽ ആംബിയൻസ് ആണ് ആക്ച്വലി. സോ ഇറ്റ്സ് ഒരു റോയൽ ബംഗാൾ റെസ്റ്റോറൻറ്റ് ഒക്കെയാണ് അവർ മെൻഷൻ ചെയ്തേക്കുന്നത്. സോ ഉള്ളിൽ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ കാണിച്ചു തരാം. ഹായ്, ഞാനിപ്പോൾ ഉള്ളത് തായ്ലൻഡിലെ റോയൽ ബംഗാൾ റെസ്റ്റോറൻറ്റിലാണ്. ഞങ്ങൾ മോർണിംഗ് വന്നതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇവിടെ കയറിയതാണ്. സോ ഓൺ ദ വേ ടു പട്ടായയാണ്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾ വേറൊരു സർപ്രൈസ് കാണുന്നത്. അതായത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഇവിടെ ടൈഗറിൻ്റെ ഒപ്പമാണ്. നമ്മളെ ടൈഗറിനെ കണ്ടുകൊണ്ടാണ് നമ്മളിവിടെ ഫുഡ് കഴിക്കുന്നത്. ഇതൊരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ്. അതോടൊപ്പം തന്നെയാണ് അറ്റാച്ച് ചെയ്ത റെസ്റ്റോറൻറ്റും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ വ്യൂസ് മൊത്തം കാണാൻ പറ്റും. നമ്മുടെ മൊത്തം ടീം ഇവിടെ ഉണ്ട്. അവരെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർപോർട്ടിൽ നിന്ന് നമ്മുടെ ബാങ്കോക്ക് എയർപോർട്ടിൽ നിന്ന് 2 മണിക്കൂർ എടുക്കും പട്ടായയിലേക്ക്. പക്ഷേ ഓൺ ദ വേ ആണ് നമുക്ക് ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഉള്ളത്. അപ്പോൾ നമ്മൾ ടൈഗർ ടോപ്പിയിൽ ചെന്നിട്ട് അവിടുത്തെ ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞത് ക്രൊക്കഡൈൽ ഷോയാണ്. ക്രൊക്കഡൈൽ ഷോ ഇസ് ജസ്റ്റ് ആൻ അമേസിങ് എക്സ്പീരിയൻസ് ആണ്. അതും ആദ്യമായിട്ട് കാണുന്നവർക്ക് ഭയങ്കര അടിപൊളിയാണ് ഈ സംഭവം. സോ നമുക്ക് കാണിച്ചു തരാം. സോ നമ്മളെ അവിടെ നിന്ന് വേറൊരു വണ്ടിയിൽ അവർ നമ്മളെ കൊണ്ടുപോവാണ് ആക്ച്വലി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യം ടൈഗർ ഷോ ആണ് പറഞ്ഞത്. ബട്ട് നമ്മൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഫസ്റ്റ് ഇപ്പോൾ ക്രൊക്കഡൈൽ ഷോ കണ്ടതിന് ശേഷമായിരിക്കും നമ്മൾ ടൈഗർ ഷോയ്ക്ക് പോകുന്നത് ആക്ച്വലി. സോ ഇതാണ് ക്രൊക്കഡൈൽ ഷോ നടക്കുന്ന സ്ഥലം. കയ്യിൽ ടിക്കറ്റ് ഉണ്ട്. സോ കാണാം. അങ്ങനെ എല്ലാവരും നമ്മുടെ ക്രൊക്കഡൈൽ ഷോ കാണാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം
ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെങ്ങനെയാണ് ഇവരെ ട്രെയിൻ ചെയ്തതെന്നുള്ള കാര്യത്തിൽ ഒരു ഐഡിയ ഇല്ല. സോ ഇങ്ങേരാണ് ഇതിൻ്റെ ട്രെയിനർ, ആക്ച്വലി മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയില്ലേ നമ്മളതുപോലെ തന്നെ. സോ ഇങ്ങേര് ഈ കുഞ്ഞി പട്ടിക്കുട്ടികളെ അല്ലെങ്കിൽ പൂച്ചകളെ കൊണ്ടു നടക്കുന്ന പോലെയാണ് ഇവർ ഓരോ എനിമൽസിനും കൊണ്ടു നടക്കുന്നത്, എസ്പെഷ്യലി ഈ ക്രൊക്കഡൈലിനെ. സോ ഇവൻ കാണിക്കുന്ന ഓരോന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളാകെ ഞെട്ടി തിരിച്ചു പോകും. ബട്ട് ഇതൊരു അമേസിങ് എക്സ്പീരിയൻസ്. നമ്മൾ തായ്ലൻഡിൽ പോയിട്ട് എസ്പെഷ്യലി ക്രൊക്കഡൈൽ ഷോ, ടൈഗർ ഷോ, ഇത് രണ്ടും ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്ത സംഭവമാണ്. കണ്ട ഇത്ര ഈസി ആയിട്ടാണ് അവൻ ആ ക്രൊക്കഡൈലിന് എടുക്കണത്. പിന്നെ നമ്മൾ അതിന് ശേഷം നമ്മൾ പോണതിപ്പോൾ ടൈഗറിൻ്റെ ഒപ്പം. നമ്മൾ ഇവിടെ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ടൈഗറിൻ്റെ ഒപ്പമാണ്. പക്ഷേ ഇവിടെ ലൈനാണ് കിടക്കുന്നത്. കാരണം അവിടെ കുറേ കേജുകൾ ലൈൻ ഇതുപോലെ തന്നെ ലൈൻസ് കുറേ അനിമൽസ് ഉണ്ട്. നമ്മൾ മെയിൻ പരിപാടിക്ക് പോകുന്നത് ഫോട്ടോ വിത്ത് എ ടൈഗർ. സോ എല്ലാവരും തായ്ലൻഡ് എത്തിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യണ പരിപാടി ടൈഗറിൻ്റെ ഒപ്പം ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ്. സോ ബട്ട് കുറച്ച് ക്യൂ ഉണ്ടായിരുന്നു, എന്നാൽ പോലും നമുക്ക് അത്ര വലിയ പേടിക്കൊണ്ടൊന്നും വന്നില്ല. ഇറ്റ്സ് വെരി സിമ്പിളായിരുന്നു. അതിൻ്റെ അടുത്ത് പോവുക, ജസ്റ്റ് ഫോട്ടോ എടുക്കുക, തിരിച്ചു പോരാ. ചില ആൾക്കാരൊക്കെ ഭയങ്കര പേടിച്ച് നിൽക്കാം, കുറേ പേര് പേടിച്ച് നിൽക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ അല്ലവിടെ പറഞ്ഞത്. ഓ അങ്ങനെ നമ്മൾ സെക്കൻഡ് ഷോ നമ്മൾ ടൈഗർ ഷോയുടെ എത്തി. സോ ടൈഗർ ടോപ്പിയ സൂ ടൈഗർ ഷോ എന്നാണ് പറയുന്നത്. ഇത് ഓക്കെ ഷോയാണ്, പക്ഷെ കുഴപ്പമില്ല. കാരണം ലൈക്ക് നമുക്ക് ചില സമയത്ത് തോന്നും ഈ ടൈഗേഴ്സ് എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ടില്ല, ഉറങ്ങിയിട്ടില്ല എന്നൊക്കെ വിചാരിക്കും, കുറച്ച് ക്ഷീണം പോലെ ഫീൽ ചെയ്യും. ബട്ട് ഈവൻ അവരുടെ ചില ആക്ടിവിറ്റീസൊക്കെ നമുക്കൊരു വാവ് ഫീലും തോന്നും. കാരണം നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്, എസ്പെഷ്യലി ട്രെയിനർ പൊളിയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവൻ പറയുന്നത് ആ ടൈഗർ അനുസരിക്കുന്നുള്ളൂ. അത് വെറൈറ്റി സാധനങ്ങളൊക്കെ ആൾ ഇറക്കുന്നുണ്ട്. അത് ചിലപ്പോൾ തോന്നും ഭയങ്കര പഞ്ചപാവങ്ങളായിട്ടിരിക്കുന്ന പുലികളായിട്ട് തോന്നും നമുക്ക്. എല്ലാം അടിപൊളിയാണ്, ആക്ടിവിറ്റീസ് എല്ലാം സൂപ്പറാകും അവർ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ. നമ്മളത് ആക്ടിവിറ്റീസ് അരമണിക്കൂർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പട്ടായ പോകണം. സോ നല്ല മഴയാണ്, അടിപൊളി മഴയാണ്. നമ്മുടെ നാട്ടിൽ പെയ്യണേക്കാളും സൂപ്പറായിട്ട് ഇവിടെ പെയ്യുന്നുണ്ട്. സോ ഓൺ ദ വേ ഒരു കാര്യം കൂടി ഉണ്ടാവും, നമുക്ക് പോകേണ്ടത് ദ സാൻച്വറി ഓഫ് ട്രസ്റ്റ്. ഇത് പറഞ്ഞാൽ വൺ ഓഫ് ദ അതർ മെയിൻ അട്രാക്ഷൻ. എന്താ പറയുക, നമ്മുടെ നെക്സ്റ്റ് ലോകാത്ഭുതങ്ങളിൽ 8ാമത്തെ സ്ഥാനം പിടിക്കുന്നതാണ് ഒരു തൈ ബിസിനസ് മാൻ്റെ ലൈക്ക് വിയപ്പൻ. ആൾ പ്ലാൻ ചെയ്തൊരു ഹൈബ്രിഡ് ടെമ്പിളാണ്. ഈ 1981 ഇത് പണി കഴിപ്പിച്ചത്. ആയുധ കിങ്ഡം അല്ലെങ്കിൽ ബുദ്ധിസ്റ്റ് ആൻഡ് ഹിന്ദു ബിലീഫ് അനുസരിച്ചുള്ള സ്കൾപ്ചേഴ്സും ഐഡിയോൾസാണ് കൂടുതലുള്ളത് ആക്ച്വലി. സോ ഇറ്റ് വാസ് റിയലി അമേസിങ് എക്സ്പീരിയൻസ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തായ്ലൻഡിലെ ദ ബിഗ്ഗസ്റ്റ് വുഡൻ കാസ്റ്റിലാണ്. ദാറ്റ് ഇസ് കോൾഡ് ദ സാൻച്വറി ഓഫ് ട്രസ്റ്റ്. സോ സാൻച്വറി ഓഫ് ട്രസ്റ്റിൻ്റെ മെയിൻ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ദേ നീഡ് ടു കൺവേ ഹൂ വി ആർ, ഫ്രം വേർ വി കം ഫ്രം, അല്ലെങ്കിൽ വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് അവർ ലൈഫ്. സോ ഇതെല്ലാമാണ് അവർ ഈ ഒരു മരത്തിൻ്റെ ഇതിൽ അവർ കൊത്തി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. സോ ഇത് പണിത് സ്റ്റാർട്ട് ചെയ്തത് 1981 സോ ഇന്ന് 2024 വന്നപ്പോൾ ലൈക്ക് അറൗണ്ട് 43 ഇയേഴ്സായി ഇത് പണി തുടങ്ങിയിട്ട് തന്നെ. സോ നമ്മുടെ എല്ലാ ടീമും ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എല്ലാവരും നമ്മൾ നേരെ ഹോട്ടലിൽ പോയി നമ്മൾ ഫ്രഷായി നേരെ ഈവനിങ് അൽക്കസർ ഷോ കാണാനായിട്ട് വന്നേക്കാണ്. റിയലി എന്താ പറയുക, ഇത് ഒരിക്കലും ലേഡി ബോയ്സ് ആണ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ശരിക്കും നമ്മൾ ലേഡീസ് തന്നെയാണെന്ന് വിചാരിക്കുകയുള്ളൂ. അത്രമാത്രം സൂപ്പറായിട്ട് മേക്കപ്പ് ഇട്ടാണ് അവർ ഓരോ ഡാൻസ് പെർഫോമൻസ് ചെയ്യുന്നത്. അല്ല ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കുറച്ച് നേരം കഴിഞ്ഞാൽ ഒരു ഫോൺ ഓഫ് ചെയ്ത് വെക്കാം, മൊബൈൽ ക്യാമറകളെല്ലാം ഓഫ് ചെയ്ത് വെക്കാം. അത് കഴിഞ്ഞിട്ടുള്ള പെർഫോമൻസ് ഉണ്ട്. സോ ഡിഫറെൻറ്റ് കൺട്രീസിലെ സോങ്സ് വെച്ചിട്ടാണ് അവർ പെർഫോം ചെയ്യുന്നത്. അടിപൊളിയാണ്. ഇത് ശരിക്കും നമുക്ക് ലേഡീസ് പെർഫോം ചെയ്യുന്ന പോലെ, പക്ഷേ അറിയാമല്ലോ ലേഡീസ് അല്ലത്. സോ ബട്ട് ഇറ്റ് വാസ് റിയലി അമേസിങ്. നമ്മൾ റെസ്പെക്റ്റ് ചെയ്യും ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ഈ ഒരു ഷോ കഴിയുമ്പോൾ. അത്രമാത്രം എഫേർട്ട് എടുത്തിട്ടാണ് അവർ ആ ഒരു പെർഫോമൻസും ആ ഡ്രസ്സായാലും കോസ്റ്റ്യൂമായാലും റിയലി അമേസിങ്. ഒരു കളർഫുൾ ഈവനിങ് ആവുന്ന ആക്ച്വലി ഈ അൽക്കാസർ ഷോ എന്ന് പറയുന്നത്. സോ അതിനുശേഷം
ഈ ഷോ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ലേഡീസ് ഈ ലേഡി ബോയ്സ് അവർ പുറത്ത് വന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അവരിപ്പം ഫോട്ടോസ് എടുക്കാം, അങ്ങനെ ക്യാഷ് കൊടുക്കണം. ദെൻ ലേറ്റർ നമ്മൾ നെക്സ്റ്റ് പരിപാടി സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ്. അടിപൊളിയാണ്. നമ്മുടെ ഇത് മെയിൻ സാധനം ക്രൊക്കഡൈലിൻ്റെ മീറ്റ്, അതുപോലെ തന്നെ എല്ലാം ഫ്രൂട്ട്സ് എല്ലാം ഫ്രഷാണ്. നമുക്ക് എസ്പെഷ്യലി അറിയാലോ സീ ഫുഡ്സാണ് ഇവിടെ മെയിനായിട്ടുള്ളത്. സോ വൈഡ് വെറൈറ്റി ഓഫ് സീ ഫുഡ്സാണുള്ളത്. എല്ലാ ടൈപ്പ് സീ ഫുഡ്സും ഉണ്ട്. പിന്നെ നല്ല വിശപ്പുള്ളതാണ്, കൂടുതൽ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. പക്ഷെ അത് ദെൻ നെക്സ്റ്റ് ഡേ നമ്മളും N2 ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ വന്നു. സോ ഞാനാണ് ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് വന്നിരിക്കുന്നത് ആക്ച്വലി. സോ കാരണം നൈറ്റ് നല്ല ടയർഡാണ്, കാരണം എവിടെയും പോകാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ നേരെ റെസ്റ്റ് എടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്ത് മോർണിംഗ് ഒന്ന് ജസ്റ്റ് ഹോട്ടലൊക്കെ കയറി കണ്ടു. പൂളും എല്ലാം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇന്നും സമയം കിട്ടിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം അവിടെ ബാക്കിയുള്ള പരിപാടിക്ക് സമയം ആക്ച്വലി, ബാക്കിയുള്ള എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങൾക്കാണ് സമയം. അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ദെൻ നമ്മളിത് നേരെ പട്ടായയിലേക്ക് പോവാണ്. പട്ടായയിൽ എന്താണ് നമ്മുടെ കോറൽ ഐലൻഡ്, അതാണ് നമ്മൾ ഇന്നത്തെ പ്ലാനിങ് ആയിട്ട്. കോറൽ ഐലൻഡിൽ പോയി അടിച്ചു പൊളിക്കുക. സോ കോറൽ ഐലൻഡിലേക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വേറെ ബോട്ട്, അത് പട്ടായ സിറ്റിയിൽ നിന്ന് അവിടെ നിന്ന് വേറെ ബോട്ടിൽ കയറി പോകണം. ഇൻ ബിറ്റ്വീൻ നമുക്ക് ഇതുപോലെ തന്നെ കുറേ പാരഗ്ലൈഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇതൊക്കെ ഞാൻ ചെയ്തു. അടിപൊളിയായിരുന്നു. ഇതൊരു 5 മിനിറ്റത്തെ സംഭവമാണ് ആക്ച്വലി. ഇന്ന് ഫുൾ ചുറ്റി റൗണ്ട് അടിച്ച് കൊണ്ടുവിടും. സോ ഇറ്റ് വാസ് റിയലി അമേസിങ് എക്സ്പീരിയൻസ്. സോ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ചെയ്തേ ഇവിടുന്ന് പോകാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മൾ എന്തായാലും ചെയ്യേണ്ടതെന്ന് തോന്നെങ്കിലും ഇവിടെ വരുമ്പോൾ ചെയ്തു പോകും നമ്മൾ. പിന്നെ നമ്മൾ നേരെ കോറൽ ഐലൻഡിൽ പോകണം. കോറൽ ഐലൻഡിൽ നമുക്കൊരു സംഭവമുണ്ട്, വാക്കിംഗ്, അണ്ടർ സീ വാക്കിംഗ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോകണത്. പക്ഷേ ഇൻ ബിറ്റ്വീൻ അത് ഭയങ്കര ജോലി, എല്ലാവരും ഭയങ്കര കമ്പനി ആയിട്ടോ. ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഈച്ച് ആൻഡ് എവരി പേഴ്സൺ അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞു, സംസാരിച്ചു. ഇറ്റ്സ് ലൈക്ക് എ ഫാമിലി, ഒരു ഫാമിലി പോലെയായിരുന്നു നമ്മുടെ ഈ ട്രിപ്പ്. നമുക്ക് പോകുന്ന വേ നമുക്ക് ചെറിയ ചെറിയ ഐലൻഡ്സുകളൊക്കെ കാണാൻ പറ്റും. അതും നല്ല ബ്യൂട്ടിഫുൾ, നല്ല ഭംഗിയാണ് കാണാനായിട്ട് എസ്പെഷ്യലി. സോ നമ്മളങ്ങനെ കോറൽ ഐലൻഡിൽ പോവാണ്. സോ കോറൽ ഐലൻഡിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ വീഡിയോസ് എടുക്കാൻ പറ്റില്ല. ഒരു ഫോൺ ഓഫ് ചെയ്തെങ്കിൽ ക്യാമറ ഓഫ് ചെയ്യാൻ പറയും. സോ നമ്മൾ കോറൽ ഐലൻഡിൻ്റെ അണ്ടർ വാക്കിംഗ് വാട്ടർ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വരുന്നത് ഇവിടേക്കുമാണ്. ഇവിടെ ബീച്ചിൽ കുറച്ച് പട്ടായ ബീച്ചിൽ ഒന്ന് ചില്ലാവാൻ വേണ്ടി വന്നേക്കാണ്. ഇവിടെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കൂടെ വന്ന ആൾക്കാരൊക്കെ റൈഡ്സിനും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. സോ ദാറ്റ് ആഫ്റ്റർ ദാറ്റ് നമ്മളത് നേരെ ഇപ്പോൾ തന്നെ നമ്മൾ തിരിച്ചു പോവും. ഒരു 2.5 hour 2 മണി 2:30 ആകുമ്പോഴേക്കും നമ്മൾ തിരിച്ചു പോകുന്നു അവിടെ നിന്ന്. സോ അതിനുശേഷം നമുക്ക് കുറച്ച് അതർ ആക്ടിവിറ്റീസ് ഉണ്ട്. സോ ഇനി ഹോട്ടലിൽ ചെന്ന് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് വേണം ഇനി നെക്സ്റ്റ് പരിപാടിക്ക് പോകാനായിട്ട്. നമ്മൾ ജെംസ് ഗാലറി ഉണ്ട്, ജെംസ് ഗാലറിക്കാണ് നമ്മളിപ്പോൾ വന്നേക്കണത്. സോ ജെംസ് ഗാലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ അവർ ഉൽപ്പാദിപ്പിക്കുന്ന സംഭവമാണ് ഈ സ്റ്റോൺ കളക്ഷൻസ് അല്ലെങ്കിൽ ഡയമണ്ട്സ് ഒക്കെ ഇവർ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് കൂടുതൽ. സോ അവിടുത്തെ ഒരു ഗാലറിയാണിത്. ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ചെറിയൊരു കുഞ്ഞ് ട്രെയിൻ പോലെ സംഭവം നമ്മൾ കൊണ്ടുപോകും. എന്നിട്ട് ഓരോ സ്ഥലങ്ങളും ഇങ്ങനെ കാണിച്ചു തരും. അപ്പോൾ എങ്ങനെയാണ് ഈ സ്റ്റോൺ ഉണ്ടാക്കണത്, അല്ലെങ്കിൽ ഫ്രം ദ സ്റ്റാർട്ട് ടു എൻഡാണ് അവരിത് കാണിച്ചു തന്നത്. ഇത് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, കുഴപ്പമില്ല. നമുക്ക് അറിയാത്ത പല കാര്യങ്ങൾ നമുക്ക് കിട്ടും. ഒരു സ്റ്റോൺ അല്ലെങ്കിൽ ഒരു ഡയമണ്ട് എങ്ങനെ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഒരു സ്റ്റോൺ വെച്ചൊരു സംഭവം ജ്വല്ലേഴ്സ് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് കറക്റ്റായിട്ട് ഇവർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ അതിനു മുമ്പ് നമുക്ക് കുറച്ച് കാര്യം കൂടി കാണിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ നിന്ന് ഉണ്ടാക്കി ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും കൊണ്ടുപോയിട്ടുള്ള ജ്വല്ലേഴ്സ്, അതേതൊക്കെയാണ് ഇവർ നമുക്ക് അവിടെ സ്ക്രീനിൽ കാണിച്ചു തരും. ഹായ്. അപ്പോൾ അങ്ങനെ നമ്മളെ 2 ദിവസത്തെ പട്ടായ സ്റ്റേ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബാങ്കോക്കിലേക്ക് തിരിക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് ഡേ വന്നതിന് ശേഷം നമ്മൾ പട്ടായ ഫുള്ള് കറങ്ങിയായിരുന്നു. ഈവൻ ടൈഗർ സൂവും കോറൽ ഐലൻഡ്, പിന്നെ സാൻഡ് ഓഫ് ട്രസ്റ്റ്, അതുപോലെ തന്നെ ഓൾമോസ്റ്റ്
ഏരിയ നമ്മൾ കവർ ചെയ്തു ഈ 2 ദിവസം കൊണ്ട്. സോ ഇന്നിപ്പോൾ നമ്മൾ ബാങ്കോക്കിലേക്ക് പോവാണ് സഫാരി ടൂറിന് വേണ്ടിയിട്ട്. സോ ബാലൻസ് നമുക്ക് അവിടെ ചെയ്യാം. ഇപ്പം നമ്മൾ നേരെ ബാങ്കോക്കിൽ നിന്ന് എല്ലാവരും പട്ടായം നമ്മൾ തിരിച്ച് ബാങ്കോക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാങ്കോക്കിലെ നമുക്ക് ഇന്നത്തെ പരിപാടി സഫാരി വേൾഡിൽ പോകാമെന്നുള്ളതാണ്. സോ എല്ലാവരും സഫാരി വേൾഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. തായ്ലൻഡിലെ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് കേട്ടോ സഫാരി വേൾഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ തായ്ലൻഡിലെ മോസ്റ്റ് അട്രാക്ഷൻ പ്ലേസ് ആയ നമ്മളെ സഫാരി വേൾഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. സോ സഫാരി വേൾഡിൽ ഞങ്ങളിപ്പോൾ എൻട്രി ചെയ്യാൻ പോവാണ്. സോ അതിലുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഷോയായ ഒറംഗൂട്ടാൻ ഷോ കാണാൻ വേണ്ടി പോവാണ്. സോ ഇവിടെ കുറച്ച് വെറൈറ്റി സംഭവങ്ങളൊക്കെയാണ് ഉള്ളത്. ഇവിടെ ബേർഡ് വാച്ചിങ് ഉണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല ഷോസാണ് ഏറ്റവും കൂടുതൽ. എലിഫൻറ്റ് ഷോ, സീൽ ഷോ, അങ്ങനെയൊക്കെയാണ്. സോ ഒറംഗൂട്ടാൻ ഷോ എന്ന് പറയുന്നത് ഒറംഗൂട്ടാൻ മങ്കീസിൻ്റെ ഒരു പ്രത്യേകതരം അവരുടെ ഡാൻസും അതുപോലെ തന്നെ മെയിനായിട്ട് ഈ ട്രെയിനേഴ്സ് തമ്മിലുള്ള ഫൈറ്റ്, അതായത് ഇവരെ പഠിപ്പിച്ച ട്രെയിനേഴ്സ് തമ്മിലുള്ള കുറച്ചും കൂടി ഫൈറ്റുകളാണ് കൂടുതലുള്ളത്. ഒറാങ്കൂട്ടാൻ ഫൈറ്റിങ്ങിനേക്കാളും കൂടുതലുള്ളത് ട്രെയിനറായിട്ട് ഫൈറ്റിംഗ് ആണ്. അതൊരു അടിപൊളി സംഭവമാണ്. അത്യാവശ്യം ഫാമിലിക്കായാലും കുട്ടികൾക്കായാലും ഈ കണ്ട് ചിരിക്കാൻ കോമഡിയാണ്. അതുപോലെ തന്നെ ഈ എന്താ പറയുക ഒരു വെറൈറ്റി സംഭവം, അത് കണ്ട് തന്നെ മനസ്സിലാക്കണം. അത് കഴിഞ്ഞു. അതൊരു ഹാഫ് ആൻ അവർ ആയിരുന്നു ഈ ഒറാങ്കുട്ടൻ ഷോ എന്ന് പറയുന്നത്. നമ്മൾ നേരെ പോണത് എലിഫൻറ്റ് ഷോ കാണാൻ വേണ്ടി പോയിട്ട് ഇൻ ബിറ്റ്വീൻ നമുക്ക് സീൽ ഷോ ഉണ്ട്. പക്ഷെ നമ്മൾ സീൽ ഷോ ഒന്നും കയറാൻ പറ്റിയില്ല, നമുക്ക് ടൈം കൺസ്ട്രെയിൻസ് ഉണ്ടാകുന്നത്. നമ്മൾ നേരെ എലിഫൻറ്റ് ഷോ കാണാനായിട്ട് നമ്മൾ കയറി. അത്രമാത്രം ക്രൗഡുകളുണ്ട് കേട്ടോ ഇവിടെ കാണാനായിട്ട്. ഇതും നമുക്കൊരു വാവ് ഫീൽ തരുന്നൊരു ഷോയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത പല കാര്യങ്ങളാണ് നമ്മൾ തായ്ലൻഡിൽ കാണുന്നത്. നമ്മൾ വേറെ കുറേ കൺട്രീസിൽ പോയിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആണ് തായ്ലൻഡ് എന്ന് പറഞ്ഞ രാജ്യം. കാരണം നമുക്ക് ഇതുവരെ കാണാത്ത പല കാര്യങ്ങളും നമുക്ക് അവിടെ കാണുന്ന പല ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി ഇപ്പം ഒറംഗുട്ടാൻ ഷോ, അത് ഇറ്റ്സ് റിയലി ഫണ്ണി. എന്നാൽ എലിഫൻറ്റ് ഷോ ആണെങ്കിലോ അതും റിയൽ ഫണ്ണി സാധനമാണ്. പക്ഷെ ഒരു ഭയങ്കര ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ് ഇതിങ്ങനെ ഇരുന്ന് കാണാനും അവർ ട്രെയിനേഴ്സ് ഇവരെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുന്നത് കാണാനും. ഈവൺ ഒരു എലിഫൻ്റ് ഒരു പടം വരെ വരച്ചു, പക്ഷെ അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല ഇൻ ബിറ്റ്വീൻ. പിന്നെ അടിപൊളി ഷോയാണ് ഹോളിവുഡ് സ്റ്റണ്ട് ഷോ ഉണ്ട്. ഇതും നമ്മൾ ഒരു മൂവി നേരിട്ട് എങ്ങനെ വാച്ച് ചെയ്താൽ എങ്ങനെയൊക്കെ ഇരിക്കും അതേ സെയിം സംഭവം തന്നെയാണ്. ഈവൻ ഫൈറ്റിംഗ് ആയാലും ഗൺ ഷോട്ട്സ് ആയാലും കിടുവായിരുന്നു. കാരണം ഇവിടെയാണ് ഈ സംഭവം നടക്കുന്നത് ആക്ച്വലി. സോ ഇതിൽ ആർട്ടിസ്റ്റുകളുണ്ട്, ഇഷ്ടംപോലെ ആർട്ടിസ്റ്റുകളുണ്ട്. സോ ഇവർ ഓരോരുത്തരും ഓരോന്നായി വന്ന് പെർഫോം ചെയ്യും. നമ്മൾ ശരിക്കൊരു മൂവി എങ്ങനെ കാണുന്നു തിയേറ്ററിൽ സ്ക്രീനിലല്ലാതെ എങ്ങനെ നേരിട്ടൊരു സംഭവം കാണുന്നു, അതൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അതിന് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ കയറി. ഉച്ചയ്ക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു.
കാരണം പട്ടായന്ന് നമ്മൾ നേരെ ബാങ്കോക്കിലേക്ക് വരുവാണ് ചെയ്തത്. സോ ഇൻ ബിറ്റ്വീൻ സഫാരി വേൾഡും കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 1:00 1:30 ആയി. അപ്പോൾ നമുക്ക് അടിപൊളി ഫുഡായിരുന്നു. കാരണം ഇറ്റ്സ് എ കോമൺ ഫുഡ്, എല്ലാവർക്കും ഉണ്ട് അവിടെ ഫുഡ്. നമ്മൾ ടിക്കറ്റിൻ്റെ ഒപ്പം ഫുഡുണ്ട്. സോ ഈവൻ ഫുള്ളി ക്രൗഡഡ് ആയിരുന്നു. ഈവൻ ക്രൗഡഡ് ആണെങ്കിലും ഫുഡ് ഓക്കെ ഫൈൻ, ബട്ട് ഇറ്റ് വാസ് നൈസ്, അപ് ടു ദ മാർക്കായിരുന്നു. അത് ഫുഡ് കഴിഞ്ഞ് നമ്മൾ നേരെ സഫാരി കിടക്കുവാണ്. അങ്ങനെ കംപ്ലീറ്റ് സഫാരി അറൗണ്ട് 20 കിലോമീറ്റേഴ്സ് നീണ്ടുന്ന റോഡിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. എസ്പെഷ്യലി നമുക്ക് പല ഡിഫറെൻറ്റ് എനിമൽസ്, അതായത് ലയൺ ആയാലും ടൈഗേഴ്സ് ആയാലും പല എനിമൽസ് നമ്മൾ ആഫ്രിക്കൻ കൺട്രീസ് കാണുന്ന ഓൾമോസ്റ്റ് എല്ലാ എനിമൽസും അതിൻ്റെ ഉള്ളിലുണ്ട്. അതെല്ലാം നമ്മുടെ തൊട്ടടുത്ത് കൂടെ. നമുക്ക് അതിന് വേണ്ടിയിട്ട് വേറെ കേജുള്ള വണ്ടിയൊന്നും വേണ്ട. നമ്മുടെ സ്വന്തം ബസ്സിൽ, നമ്മുടെ ഈ ബസ്സിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് എടുത്ത് കാണാം ഈ സാധനത്തിനെ. ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈഗർ, ബംഗാൾ ടൈഗേഴ്സും നമ്മൾ കാണാൻ പോകുന്നത്. നമുക്കെന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മുടെ തൊട്ടടുത്ത് കൂടെയൊക്കെയാണ് നടന്നു പോകുന്നത്. ഇതിൽ ചെറുത് വാവ് ഫാറ്റേഴ്സ് എന്നൊക്കെ പറയുന്നത് ഒരു കൂട്ടമായിട്ട് വരും. യെസ്, കണ്ടില്ലേ, ഇഷ്ടംപോലെ ടൈഗേഴ്സാണ്. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവർ നമുക്ക് പതുക്കെ സ്ലോ ആക്കി തരും കാണാൻ വേണ്ടിയിട്ട്. സോ അവർക്ക് വേണ്ടി അവിടെ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അവർ. അതൊക്കെ കാണുമ്പോൾ നല്ലൊരു പ്രത്യേക ഒരു ഫീലിംഗ്. നമുക്ക് ആദ്യമായിട്ടാണല്ലോ ഇങ്ങനത്തെ ഒരു സംഭവങ്ങൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ആനിമൽസും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതിനുശേഷം നമ്മളത് നേരെ ഹോട്ടലിൽ ചെന്ന് ചെക്ക് ഇൻ ചെയ്തു. ഇനി ഇന്നിവിടെ റെസ്റ്റ് ബാങ്കോക്കിൽ. അപ്പോൾ ഹായ്, അങ്ങനെ തായ്ലൻഡ് ട്രിപ്പിൻ്റെ 4th ഡേ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ദ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ നാളെ നമ്മൾ തിരിച്ച് ദുബായിലോട്ട് ട്രാവൽ ചെയ്യും. സോ ഇപ്പോൾ നമ്മളുള്ളത് MBK സെൻറ്ററിലാണ്. MBK സെൻറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ നല്ലൊരു ഷോപ്പിംഗ് മാളാണ് ബാങ്കോക്കിലെ. സോ അവിടെയാണ് ഇപ്പോൾ നമ്മൾ ഷോപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഫ്രീ ഡേ ആണ്. അപ്പോൾ എല്ലാവരും അവരുടേതായ രീതിയിലാണ് ഇപ്പോൾ ഷോപ്പ് ചെയ്യണത്. സോ നല്ല റേറ്റ് കുറവുണ്ട് കേട്ടോ. പല സാധനങ്ങളും, ഡ്രസ്സായാലും കോസ്റ്റ്യൂംസ് ആയാലും ഈവൻ സൊവനീഴ്സ്, ഫുഡ് എല്ലാം വളരെ ലോ കോസ്റ്റിലാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന. നല്ല ഓഫർ റേറ്റ് ഉണ്ട്. സോ ഇതൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഓക്കെ, സോ ബാക്കി ഡീറ്റെയിൽസ് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തു. കുറച്ചൊക്കെ പർച്ചേസ് ചെയ്തു കേട്ടോ. നമ്മൾ കുറേ എന്ന് വെച്ചാൽ വളരെ റേറ്റ് കുറവായിരുന്നു പല കാര്യങ്ങൾക്കും. സോ കുറച്ച് ക്ലോത്ത് ആയാലും, ക്ലോത്തിനൊക്കെ അറിയാമല്ലോ ബാങ്കോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇതാണ് ഏറ്റവും ചീപ്പസ്റ്റ് റേറ്റിന് കിട്ടുന്നതാണ്. സോ ഡ്രസ്സുകൾ, കുറച്ച് ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ, അതുപോലെ മെയിനായിട്ട് ഇപ്പം സോവനീഴ്സ്, സ്റ്റാച്യൂസ് അങ്ങനെ കുറച്ച് വാങ്ങിച്ചു. പിന്നെ ഫുഡ് വാസ് വെരി നൈസ്. കാരണം നമ്മൾ കുറേ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫുഡ് ട്രൈ ചെയ്തു. എന്താ പറയുക, വൺ ഓഫ് ദ മോസ്റ്റ് ടേസ്റ്റിയസ്റ്റ് ഫുഡ് നമ്മൾ കഴിച്ചതിൽ ഏറ്റവും എനിക്കിപ്പം തായ്ലൻഡ് ആണ് കേട്ടോ. കാരണം വെറൈറ്റി ഫുഡ്സാണ്, എസ്പെഷ്യലി സീ ഫുഡ്സ്. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് ഈ 4 ദിവസത്തെ ട്രിപ്പെല്ലാം ഓവറായി നമ്മളെല്ലാം തിരിച്ച് എയർപോർട്ടിലേക്ക് പോവാണ്. സോ എല്ലാവരും ഭയങ്കര ഹാപ്പി ആട്ടോ. എല്ലാവരും ഒരു ഫാമിലി ആയി എന്നുള്ളതാണ്. എല്ലാവരും ഒരുമിച്ച് കൂടി വൈകുന്നേരമൊക്കെ പാർട്ടി സംസാരിച്ച് അടിപൊളിയായിരുന്നു. നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് തിരിച്ചു പോവാണ്. സോ ആനിതേ നമുക്ക് വേണ്ടി പാട്ടൊക്കെ പാടിയതുണ്ട് തിരിച്ച് എയർപോർട്ടിലേക്ക് എത്തുമ്പോൾ, ഹിന്ദി പാട്ടൊക്കെ പാടുന്ന പുള്ളിക്കാരി. സോ എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്. മോർ വീഡിയോസ് ഞാനിടാം. നിങ്ങളുടെ സപ്പോർട്ട് വേണം. നമ്മളെല്ലാവരും പറയണ പോലെ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ. ഓക്കെ, താങ്ക് യു.